ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസ ഫലമാണ്. ഏപ്രിൽ മാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഉള്ള ഉത്തമമായ സമയമാണ്. അതായത് രാശിയിൽ നിന്ന് ഉള്ള അധിക പാപബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് പ്രതിഭാസ്ഥാനത്ത് വിവേകബുദ്ധിയുടെ ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ അത് ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം വിവിധങ്ങളാണ്. ഏത് കാര്യമാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആ കാര്യം നടന്നു കിട്ടുവാനുള്ള യോഗമാണ് കാണുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പൊതുവെ തൃപ്തികരമായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടിയൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതുമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം നോക്കുന്നതിനും പൊരുത്തം നോക്കുന്നതിനും അതുപോലെ തന്നെ മുഹൂർത്തം നോക്കുക, കവടിയാൽ പ്രശ്നം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഓൺലൈനായിട്ട് ചോദിക്കുന്നതിനൊക്കെ അവസരമുണ്ടായിരുന്നു. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധ വേണം എന്ന് പറയുന്നത് ഞരമ്പ് സംബന്ധമായിട്ടോ കണ്ഠ സംബന്ധമായിട്ടോ ഒക്കെ ചില പ്രശ്നങ്ങൾ ഈ ഏപ്രിൽ മാസം കുംഭം രാശിക്കാർക്ക് സൂചകമാണ്. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ ഇരുചക്ര വാഹനമായാലും മറ്റ് ഹെവി വാഹനമായാലും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധ വേണം. അസമയത്തെ യാത്രകൾ കഴിവതും ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ജലയാത്രകൾ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, അതായത് പടക്കം നിർമ്മിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഓരോരുത്തരുടെയും വീട്ടിൽ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, പൊക്കത്തിലൊക്കെ കയറുക, വാക്കുതർക്കമുണ്ടാകുക, പ്രത്യേകിച്ച് കൊള്ളുകയില്ലാത്ത ആൾക്കാരുമൊക്കെ ആയിട്ട് വാക്കുതർക്കമുണ്ടാകുക, അങ്ങനെയൊക്കെ വളരെ വിഷമം പിടിച്ച ചില ഘട്ടങ്ങളിലൂടെ ഈ മാസം കടന്നു പോകുന്നതിന് സൂചനയുള്ളതിനാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കുകയും ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യവുമാണ്. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും കടങ്ങൾ വീടുന്നതിനോ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്നതിനും തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുവാനും കാര്യസാധ്യത്തിനുമൊക്കെ യോഗമുണ്ട്. ധൈര്യവും വീര്യവും ഒക്കെ അല്പം വർദ്ധിച്ചിരിക്കുന്നു. എങ്കിലും അധിക സാഹസികത പാടില്ല. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായാലും വ്യക്തിപരമായ കാര്യങ്ങളിലായാലും അധിക സാഹസികത പാടില്ല. ദുർബുദ്ധി ചിന്താഗതികളൊന്നും വന്ന് ജീവിത പങ്കാളിയുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഒന്നും ഉണ്ടാകാതെ വളരെ ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ അനിവാര്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും നല്ലതാണ്. വിദ്യാഭാവത്തിൽ പ്രതിഭാസ്ഥാനത്തെ ആ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ബുദ്ധിയുടെ കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്രകാരമാണ് കണക്കാക്കുന്നത്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടുക, അതുവഴി നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുക, കലാപ്രവർത്തനങ്ങളിൽ നല്ല തേജസ് വർദ്ധിക്കുക, ഓജസ് വർദ്ധിക്കുക, നല്ല മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുക, പുതിയ പുതിയ കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കുക, സ്വന്തം നാട്ടിലോ വിദേശത്തോ ഒക്കെ പോയി കലാരംഗം അവതരിപ്പിക്കുവാനും ധാരാളം ധനം സമ്പാദിക്കുവാനും പ്രസിദ്ധി നേടുവാനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം. ഗൃഹസംബന്ധമായിട്ട്
ഗൃഹം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒക്കെ വളരെ ശ്രദ്ധ വേണം. അതായത് ദുർബുദ്ധി ചിന്താഗതി കടന്നു വന്ന് പിന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, വലിയ കടങ്ങളൊക്കെ വരുത്തി വെക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സൂചനയും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ കാണുന്നു. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. ഉള്ള കടങ്ങളൊക്കെ വീടി വരുന്നതിനുള്ള സൂചനയാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങൾ ഉള്ളവർക്ക്, ദമ്പതികളായിട്ടുള്ള ജീവിക്കുന്നവർക്ക്, സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ഏതെങ്കിലും തരത്തിലൊക്കെ മനക്ലേശങ്ങളൊക്കെ ഉള്ളവർക്ക് മക്കളെ കൊണ്ട് നല്ല ഒരു അനുഭവങ്ങളൊക്കെ വന്നു ചേർന്ന് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ കാര്യമാണ്. തൊഴിൽ കാര്യത്തിൽ ചില മന്ദതയൊക്കെ ഉണ്ടാകാം. എങ്കിലും സ്വയാർജിതമായ പ്രവർത്തനത്തിലെ മികവ് കൊണ്ട് നല്ല രീതിയിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായാലും ഒരു വ്യാപാര സ്ഥാപനമായാലും ഉൽപ്പാദിത മേഖലയായാലും മറ്റൊരാളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കായാലും തൊഴിൽ രംഗത്ത് ചില അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുക, സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക, വ്യാപാര വിപണനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിനോ ഒക്കെ ചില ബിസിനസ്സുകൾക്കൊക്കെ എങ്കിലും അഭിവൃദ്ധികൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, ഗൃഹസംബന്ധമായിട്ട് അതായത് ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യുന്നവർ, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ ആയാലും, കെട്ടിടങ്ങളൊക്കെ പണിത് വിൽക്കുന്നവരോ മറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ പണിയുന്നവരും അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നല്ല ഒരു സാമ്പത്തിക അഭിവൃദ്ധികളും നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നതിനുമൊക്കെ സൂചനയുണ്ട്. അതിനുള്ള ദൈവാധീനം കാണുന്നു. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എന്ത് കിട്ടും എന്നൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഉയരാൻ പറ്റുമോ, കടം വീഴുമോ, ഒന്നും ചെയ്യാതെ ഇരുന്നേച്ചിട്ട് വരുമാനം ഒന്നും ഇല്ലാത്തവർക്ക് കടം വീഴുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അത് അവരവരാൾ കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും, സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും, മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാകും. അതിന് വളരെ നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഈ മാസം, ഏപ്രിൽ മാസം, ഈ കുംഭം രാശിക്കാർക്ക് യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.